നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതൊരു അപൂർവ സൗഹൃദത്തിൻ്റെ കഥയാണ്. ഇന്ത്യയും ഇസ്രയേലും സമാനതകളില്ലാത്ത ദുരന്തകാലത്തിലൂടെ യഹൂദജനം കടന്നുപോയപ്പോൾ അന്ന് ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഒരു രാജ്യം ഇന്ത്യ. ഇന്നും യഹൂദജനം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന പേര് തന്നെയാണ് ഇന്ത്യ. ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കൊടിയ കഷ്ടപ്പാടുകളുടെ നാളുകളിൽ ഇന്ത്യ യഹൂദജനത്തെ ചേർത്തു പിടിച്ചു. BC 560 കോഴിക്കോടും കൊച്ചിയിലുമൊക്കെ യഹൂദജനം കുടിയേറിയിരുന്നു. 1940കളിൽ തമിഴ്നാട്ടിലും 1700കളിൽ ഗുജറാത്തിലും 1960കളിൽ മഹാരാഷ്ട്രയിലും യഹൂദർ കുടിയേറിപ്പാർത്തു. സമാനതകൾ ഒരുപാടുണ്ട് ഇന്ത്യക്കും ഇസ്രയേലിനുമിടയിൽ. 1947 ഇന്ത്യ സ്വതന്ത്രമായി, 48 ഇസ്രയേലും. രണ്ട് രാജ്യങ്ങളുടെയും ജനനം കലാപകലുഷിതമായിരുന്നു. അതിൻ്റെ മുറിവുകൾ ഇന്നും ഉണങ്ങിയിട്ടില്ല. ഇന്ത്യയും ഇസ്രയേലും ബ്രിട്ടീഷ് കോളനി ഭരണത്തിൽ തന്നെയായിരുന്നു അതുവരെ കഴിഞ്ഞിരുന്നത്. ഒരുപാട് അഭയാർത്ഥി പ്രശ്നവും ജനസംഖ്യ കൈമാറ്റവും ബാക്കി വെച്ചുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളെ ഇട്ടെറിഞ്ഞു പോയി അന്ന് ബ്രിട്ടൻ. വിഭജനത്തിന് മുൻപും ശേഷവുമുണ്ടായ കമ്മ്യൂണൽ ലഹളയും കൂട്ടക്കൊലയുമൊക്കെ ഇരു രാജ്യങ്ങളും ഒരുപാട് അനുഭവിച്ചു. ഇന്ത്യയുടെ കാശ്മീരിലും ഇസ്രയേലിലെ ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലുമൊക്കെ ഇന്നും ആ കലാപം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. ചരിത്രപരമായി ഹിന്ദുക്കളും ജൂതന്മാരെ പോലെ ഇസ്ലാമിന് കീഴിലുള്ള ജിസിയ നികുതി അടയ്ക്കാൻ നിർബന്ധിതരാക്കപ്പെട്ടിരുന്നു. യഹൂദ ദേശീയവാദികൾ ജോർദാൻ നദിയുടെ ഇരുകരകളിലുമുള്ള ഒരു യഹൂദ രാഷ്ട്രം സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ UN പ്രമേയം 181 അംഗീകരിക്കുക വഴി ഇസ്രയേലും പാലസ്തീനുമായി വിഭജിക്കാൻ അവർ സമ്മതിച്ചു. 1947 വിഭജന പദ്ധതി അംഗീകരിക്കാൻ പാലസ്തീനും അറബ് രാഷ്ട്രങ്ങളും കൂട്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ പിറന്നു വീണ ആ രാഷ്ട്രത്തെ തവിടുപൊടിയാക്കാൻ 1948 ഒരു യുദ്ധത്തിന് കോപ്പുകൂട്ടി അറബ് രാഷ്ട്രങ്ങൾ. ഇസ്രയേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള ആദ്യ യുദ്ധം. ഇന്ത്യക്കും ഇസ്രയേലിനുമിടയിൽ അന്ന് ഒരുവിധ നയതന്ത്ര ബന്ധവും ഉണ്ടായിരുന്നില്ല. 1948 ഇസ്രയേലിൻ്റെ സൃഷ്ടിക്കെതിരെ പക്ഷേ ഇന്ത്യ വോട്ട് ചെയ്ത് നെറികേടിൻ്റെ ആദ്യ അധ്യായം എഴുതി ചേർത്തു. എന്നാൽ പിന്നീട് ഇന്ത്യയെ സഹായിച്ച, ഇന്ത്യയെ സ്നേഹിച്ച ഒരു സുഹൃത്തിൻ്റെ കഥ കൂടി നമ്മൾ അറിയണം. അതാണ് ഇസ്രയേൽ. ഇന്ത്യ ചെയ്ത മറ്റൊരു ചതി കൂടിയുണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്ക കൊണ്ടുവന്ന ഒരു പ്രമേയം. മത തീവ്രവാദികളുടെ നിരന്തര ആക്രമണം നേരിടുന്ന ഇന്ത്യ പാലസ്തീനിലെ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയ്ക്കെതിരെ അമേരിക്ക കൊണ്ടുവന്ന പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്നു. അങ്ങനെയുമൊരു നെറുകേടിൻ്റെ ചരിത്രം ഇന്ത്യയുടെ പേരിൽ തന്നെയുണ്ട്. പക്ഷേ ഒന്നോർക്കണം, ഇതേ പാലസ്തീനി തീവ്രവാദ സംഘടന തന്നെയാണ് കാശ്മീരി തീവ്രവാദികൾക്കും പിന്തുണ നൽകുന്നത്. ഇന്ത്യ പലപ്പോഴും പാലസ്തീൻ അനുകൂലമായി നിൽക്കുന്നതിൽ അന്താരാഷ്ട്ര നിരീക്ഷകരും വിദേശ മാധ്യമങ്ങളുമൊക്കെ അത്ഭുതപ്പെട്ടു. ഇന്ത്യ പാലസ്തീന് നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾക്കും കയ്യും കണക്കുമുണ്ടായിരുന്നില്ല പഴയ കാലത്ത്. ഇനി തിരിച്ച് പാലസ്തീൻ എന്താണ് ഇന്ത്യക്ക് നൽകിയതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പാകിസ്ഥാനിലെ പാലസ്തീൻ അംബാസിഡർ ഹഫീസ് സയ്യിദ് എന്ന് ഇന്ത്യ അന്വേഷിക്കുന്ന ഏറ്റവും വലിയ ഭീകരൻ റാവൽപിണ്ടിയിൽ നടത്തിയ റാലിയിൽ പോലും പങ്കെടുത്തു. അത് കാശ്മീരി തീവ്രവാദികൾക്ക് പകർന്നു നൽകിയ ഊർജം ചെറുതല്ലായിരുന്നു. ഇന്ത്യയുടെ നികുതിപ്പണം പാലസ്തീന് കൊടുത്തു നമ്മൾ അവരെ വളർത്തിയിട്ടും തിരികെ നമ്മോട് ചെയ്തത് ചതിയുടെ ചില അധ്യായങ്ങൾ. 1950 മാത്രമാണ് ഇന്ത്യ ഇസ്രായേൽ രാഷ്ട്രത്തെ അംഗീകരിച്ചത് പോലും. എങ്കിലും പൂർണ്ണമായ ഡിപ്ലോമാറ്റിക് ബന്ധം തുടങ്ങിയത് 1992. അതിനിടയിൽ ഒരുപാട് വട്ടം അവർ ഇന്ത്യയെ കൈയയച്ച് സഹായിച്ചു. 1962 ചൈന യുദ്ധത്തിൽ ഇന്ത്യയെ സഹായിച്ചത് ഇസ്രയേൽ തന്നെ. നെഹ്റുവിൻ്റെ ഹിമാലയൻ മണ്ടത്തരങ്ങളുടെ തുടർച്ചയായിരുന്നു ഇന്ത്യ ചൈന യുദ്ധം. ആ യുദ്ധത്തിന് തൊട്ടു മുൻപ് വരെ റഷ്യൻ ഭാഗത്ത് ചേർന്നു നിന്നിരുന്ന ഇന്ത്യയാവട്ടെ തീർത്തും അറബ് രാഷ്ട്രങ്ങളുടെ സൗഹൃദത്തിൽ തന്നെയായിരുന്നു. യുദ്ധം ഉച്ചസ്ഥായിയിലെത്തിയപ്പോൾ ഒരൊറ്റ അറബ് രാഷ്ട്രം പോലും ഇന്ത്യയെ സഹായിക്കാനെത്തിയില്ല. ഗതികെട്ടുകൊണ്ട് തന്നെ നെഹ്റു ഇസ്രായേലുകാർക്കെഴുതി, ഞങ്ങൾക്ക് ആയുധങ്ങൾ വേണം, പക്ഷേ അത് അയക്കുന്ന കപ്പലിൽ ഇസ്രായേൽ ദേശീയ പതാക ഉണ്ടാകരുത്.
കാരണം ഇസ്രായേലിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയാൽ അറബ് രാഷ്ട്രങ്ങൾ പിണങ്ങും എന്ന് നെഹ്റു ഭയപ്പെട്ടു. അതേ ഭയം തന്നെയാണ് ഇന്ന് പല രാഷ്ട്രീയ നേതാക്കളുടെയും നെഞ്ചിൽ സൂക്ഷിക്കുന്നതും. ഒടുവിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ അന്നുവരെ രഹസ്യമായി തുടർന്നിരുന്ന ഇന്ത്യ ഇസ്രായേൽ ബന്ധം പിന്നീട് പരസ്യമാക്കപ്പെട്ടു. അങ്ങനെ 1992 പൂർണ്ണതോതിൽ ഡിപ്ലോമാറ്റിക് ബന്ധം തുടങ്ങുക തന്നെ ചെയ്തു. ഇനിയുമുണ്ട് ഒരുപാട് ചരിത്രങ്ങൾ. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ ജയിച്ചുവെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് അത് ഇസ്രായേലിന് മാത്രം അവകാശപ്പെട്ടത്. ഇസ്രായേൽ ഇന്ത്യക്ക് നൽകിയ ലേസർ സാങ്കേതിക വിദ്യയിലൂടെ മാത്രമാണ് അന്ന് പാകിസ്ഥാനെ തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത്. പാകിസ്ഥാൻ കൈയടക്കി നിന്ന് ഇന്ത്യക്ക് നേരെ ഗൺ പോയിന്റ് ഉയർത്തിയത് ഏറ്റവും സ്ട്രാറ്റജിക് ലൊക്കേഷനിൽ നിന്ന്. ഉയരത്തിലുള്ള ആ ലൊക്കേഷനിലേക്ക് ഇന്ത്യക്ക് ആയുധങ്ങൾ തൊടുക്കുക അത്ര എളുപ്പമായിരുന്നില്ല. അന്ന് രക്ഷയ്ക്കെത്തിയത് ഇസ്രായേൽ തന്നെ. 2015 ഇസ്രായേൽ സന്ദർശന വേളയിൽ പ്രണബ് മുഖർജി അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ: ഇസ്രായേൽ എയ്ഡ് വാസ് ഗോഡ് സെന്റ്, ദൈവമയച്ചവരായിരുന്നു ഇസ്രായേലുകാരെന്ന്. പിന്നീട് BJP ഭരണകാലത്ത് ഇന്ത്യ ഇസ്രായേൽ ബന്ധം പരസ്യമായി തുടർന്നു. അതിൽ രഹസ്യങ്ങളെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മോദിക്ക് ഇസ്രായേലിന്റെ കരുത്ത് കൃത്യമായി അറിയാമായിരുന്നു. ഇന്ത്യ പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ നടത്തിയ എയർ സ്ട്രൈക്കിൽ കൃത്യതയോടെ ആ ഉദ്ദേശം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഇസ്രായേൽ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ. യുദ്ധരംഗത്തെ ഇടപാടുകൾ മാത്രമല്ല ഇന്ത്യയും ഇസ്രായേലുമായുള്ളത്, നിരവധി ഉഭയകക്ഷി ബന്ധങ്ങൾ ഇപ്പോൾ വേറെയുമുണ്ട്. ഇസ്രായേലിനെതിരെ ഐക്യരാഷ്ട്രസഭാ പ്രമേയങ്ങളിൽ ഇന്ത്യ പാലസ്തീൻ അനുകൂല പരസ്യ നിലപാടെടുത്തിട്ട് പോലും ഇന്ത്യയുമായുള്ള ബന്ധത്തെ കൂടുതൽ ഊഷ്മളതയോടെ കൊണ്ടുപോകാൻ എന്നും ഇസ്രായേൽ ശ്രമിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. അഭയമരുളിയ ആതിഥേയരോടുള്ള ആ ഹൃദയത്തിൽ സൂക്ഷിച്ച നന്ദി. ഇസ്രായേൽ നൽകുന്ന ഇന്റലിജൻസ് വിവരങ്ങൾ കൊണ്ട് തന്നെ തീവ്രവാദ ആക്രമണത്തെ പലപ്പോഴും നേരിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പല നീക്കങ്ങൾക്ക് പിന്നിലും മൊസാദ് എന്ന ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം തന്നെ. മത തീവ്രവാദത്തിനെതിരെ സീറോ ടോളറൻസ് പോളിസി പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ത്യക്ക് ഒരിക്കലും സാധാരണ പൗരന്മാർക്ക് നേരെ ആക്രമണം നടത്തുന്ന പാലസ്തീൻ തീവ്രവാദികൾക്ക് പരസ്യ പിന്തുണ നൽകാൻ കഴിയില്ലല്ലോ. പക്ഷെ പലരും അക്കാര്യം പോലും ബോധപൂർവം മറക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പാലസ്തീൻ തീവ്രവാദ കേന്ദ്രങ്ങളിൽ തിരിച്ചടി നടത്തുമ്പോൾ ഇസ്രായേൽ ആവശ്യത്തിന് സമയം അവർക്ക് നൽകുന്നത്, അവിടെയുള്ള സിവിലിയന്മാരോടൊക്കെ ഒഴിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകുന്നത്. സമയം പോലും നൽകും തങ്ങൾ തിരിച്ചടിക്കുന്നതിൻ്റെ. പാലസ്തീൻ തീവ്രവാദികൾ പകരം എന്താണ് ചെയ്യുക? ഒരു സമയം പോലും വെളിപ്പെടുത്താതെ സിവിലിയന്മാരുടെ നേർക്ക് ആക്രമണം അഴിച്ചുവിടുന്നു. ഇതുതന്നെയാണ് ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള മുഖ്യ വ്യത്യാസം. ഈ പശ്ചാത്തലത്തിൽ വേണം ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിൽ ആകാശമാണ് അതിരെന്ന് മോദി പറഞ്ഞ ആ വാക്കുകൾ നമ്മൾ ഒന്നുകൂടി ഓർമ്മിച്ചെടുക്കാൻ. ഇന്ത്യ ഇസ്രായേൽ ബന്ധം ആകാശത്തിൻ്റെ അതിരും കടന്നെന്ന് പക്ഷേ നെതന്യാഹു പ്രഖ്യാപിച്ചു. ഇന്ത്യ ഇസ്രായേൽ സംയുക്ത ബഹിരാകാശ പദ്ധതികളെ ഉദ്ദേശിച്ച് തന്നെയാണ് നെതന്യാഹു ഇത് പറഞ്ഞതും. എന്നാൽ ഇന്ത്യയിലെ മറ്റു രാഷ്ട്രീയ നേതാക്കൾ ഇക്കാര്യത്തിൽ മോദിയെ ഇപ്പോൾ ഉപദേശിക്കുന്നത് അതിരുകടക്കാതെ ഇന്ത്യ ഇസ്രായേൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. അതിരുകൾ ഭേദിച്ച് ആകാശം പോലും ഭേദിച്ച് ഒരു ബന്ധം അതുതന്നെയായിരുന്നു നെതന്യാഹു മനസ്സിൽ കൊതിച്ചത്. 2017 ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിൽ പുതുചരിത്രം രചിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഇസ്രായേൽ മണ്ണിൽ പറന്നിറങ്ങിയപ്പോൾ സ്വാഗതം സുഹൃത്തെ എന്ന് ഹിന്ദിയിൽ പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മോദിയെ അന്ന് വരവേറ്റു. ഒരു പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ നേരിട്ടെത്തി മോദിയെ സ്വീകരിച്ചതിൽ നിന്ന് ഈ സന്ദർശനത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. അതിനു മുൻപ് അമേരിക്കൻ പ്രസിഡന്റിനും മാർപ്പാപ്പയ്ക്കും മാത്രമാണ് അത്തരമൊരു ആദരം ഇസ്രായേൽ നൽകിയത്. ആ സന്ദർശനം ചരിത്രം തിരുത്തിക്കുറിച്ചതായിരുന്നു. മോദി ഇന്ത്യയുടെ മഹാനായ നേതാവും ലോക നേതാവുമാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെയും പിന്നീട് അമേരിക്കയുടെയും പിന്തുണയോടെ അറബികളുടെ ഭൂമി കൈവശപ്പെടുത്തി സ്ഥാപിച്ച കോളനി രാഷ്ട്രം എന്ന നിലയിലാണ് ഇസ്രായേലിനെ മുൻപൊക്കെ ഇന്ത്യ കണ്ടത്. നെഹ്റുവും ഇന്ദിരയുമൊക്കെ ഇസ്രായേലിനോടുള്ള സമീപനത്തിൽ സ്വീകരിച്ച പൊതുനയവും അതുതന്നെയായിരുന്നു. ഇന്ത്യക്കും ഇസ്രായേലിനുമിടയിൽ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ഒരു ഇന്ത്യ വിരുദ്ധ ഇസ്ലാമിക് ബ്ലോക്ക് രൂപപ്പെടുമെന്ന ഭീതി തന്നെയാണ് ഇന്ത്യൻ മുസ്ലിങ്ങളെ വൈകാരികമായി സ്വാധീനിക്കുന്ന പ്രശ്നം എന്ന പരിഗണനയിൽ ഇന്ത്യൻ ഭരണാധികാരികൾ
ഇസ്രായേലിനോടുള്ള അകൽച്ച വയ്ക്കാൻ കാരണമാക്കിയത്. അതിന് ദിശാമാറ്റം വന്നത് 1962 ആ യുദ്ധമായിരുന്നു എന്നത് ചരിത്രം നമ്മോട് പറയുന്ന സത്യം. അന്ന് പശ്ചിമേഷ്യയിൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ചൈനയുടെ ഏകപക്ഷീയ ആക്രമണത്തിൽ സമദൂര നയം സ്വീകരിച്ചപ്പോൾ ആയുധങ്ങളും സാങ്കേതിക വിദ്യയും പകർന്നു നൽകി ഇന്ത്യയുടെ രക്ഷയ്ക്കെത്തിയ ആ സുഹൃത്ത് ഇസ്രായേൽ ഒടുവിൽ സയനിസത്തെ വംശീയതയായി പ്രഖ്യാപിച്ച 1975 UN പ്രമേയം 3379 പിൻവലിക്കാനുള്ള പ്രമേയത്തിന് 1991 ഇന്ത്യ അനുകൂലമായി വോട്ട് ചെയ്ത് ആ ചരിത്രപരമായ വിഡ്ഢിത്തം തിരുത്തി. അതിൻ്റെ തുടർച്ചയായി നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കെ 1992 ജനുവരിയിൽ ഇന്ത്യ ഇസ്രായേലുമായി സമ്പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. ഒരുപാട് വൈകിയാണെങ്കിലും ചരിത്രം തിരുത്തി. എന്നാൽ തന്ത്രപരമായ സഖ്യത്തിലേക്ക് 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് നീങ്ങിയത്. ഇന്ത്യ ഇസ്രായേൽ ബന്ധം തന്ത്രപരമായ സഖ്യത്തിലേക്ക് ആ കാലഘട്ടത്തിൽ വളർന്നു കയറി. തുടർന്ന് രാഷ്ട്രപതി പ്രണബ് മുഖർജി, ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യ മന്ത്രി സുഷമ സ്വരാജ് എന്നിവരൊക്കെ ഇസ്രായേൽ 2 വർഷത്തിനുള്ളിൽ സന്ദർശിച്ചു. ഒടുവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിന്റെ മണ്ണിൽ പറന്നിറങ്ങുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തോട് പറഞ്ഞത് ഇങ്ങനെ: കഴിഞ്ഞ 70 വർഷമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് ചൈന പാകിസ്ഥാൻ അതിർത്തി മേഖലയിലെ യുദ്ധതന്ത്രത്തിലും പ്രതിരോധത്തിലും ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിലും ഇസ്രായേലിന്റെ തന്ത്രങ്ങൾ, യുദ്ധരീതി, സാങ്കേതിക വിദ്യ, ആശയപ്രചരണം എന്നിവ ഇന്ത്യ സ്വീകരിക്കുന്നു. ഇസ്രായേലിൽ ഏറ്റവും അധികം ആയുധങ്ങൾ കയറ്റി അയക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അമേരിക്ക കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആയുധ ഇറക്കുമതിയിൽ 2ാം സ്ഥാനം ഇസ്രായേലിന്. ചൈനയ്ക്കെതിരായ തന്ത്രപരമായ മുന്നണിയായി ഇസ്രായേൽ ബന്ധത്തെ ഇന്ത്യ ഇന്ന് അവതരിപ്പിക്കുന്നു. ഇവിടെയാണ് ചരിത്രപരമായി അറബ് ലോകത്തോടും പാലസ്തീൻ ജനതയോടും രാജ്യം പുലർത്തി വന്ന സൗഹൃദത്തിന് വിഘാതമാകുന്നു നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങളെന്ന് ചിലർ വിമർശിക്കുന്നത്. പക്ഷേ ചരിത്രമറിയണം, പശ്ചാത്തലം മനസ്സിലാക്കണം. ഇന്ത്യയും ജൂതരും തമ്മിലുള്ളത് സഹസ്രാബ്ദങ്ങളുടെ ഊഷ്മള ബന്ധം. സോളമൻ രാജാവിൻ്റെ കാലം മുതൽ ഇന്ത്യയും ജൂതരും തമ്മിൽ വ്യാപാര ബന്ധങ്ങളുണ്ട്. ജെറുസലേം ദേവാലയ നിർമ്മിതിക്ക് ഉപയോഗിച്ചത് മലബാറിൽ നിന്ന് കൊണ്ടുപോയ തേക്ക് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. 1492 റീകോൺക്വിസ്റ്റിന് ശേഷം ഹിസ്പാനിക് ഉപദ്വീപായ മേഖലയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ജൂതർ കൊച്ചിയിലെത്തുകയും പരദേശി ജൂതർ എന്ന പേരിൽ വിപുലമായ ഒരു സമൂഹമായി തീരുകയും ചെയ്തു. മതപരവും സാംസ്കാരികവുമായ സ്വാധികാരത്തോടെ നൂറ്റാണ്ടുകളായി ജൂതർക്ക് ജീവിക്കാൻ സാധിച്ച ഏക സ്ഥലം ഇന്ത്യ മാത്രം. എന്നാൽ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയോടെ അറബികളെ പുറത്താക്കി പാലസ്തീനിൽ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള രാഷ്ട്രീയ സയഡിസത്തിന്റെ പരിശ്രമങ്ങളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സ്വതന്ത്ര ഇന്ത്യയും ശക്തമായി എതിർത്തു. 1ാം ലോകയുദ്ധാനന്തരം 1922 പാലസ്തീനിൽ ബ്രിട്ടീഷ് മാൻഡേറ്ററി ഭരണം സ്ഥാപിക്കപ്പെട്ടതിന് ശേഷമായിരുന്നു സയണിസം വളർന്നു കത്തിയതും. ഗാന്ധിജി പോലും പാപകരമായ സാമ്രാജ്യത്വം എന്നാണ് സയണിസത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. എന്നാൽ അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിൽ നടന്നതെന്താണ്? ഹിറ്റ്ലറുടെ വംശീയ ഉന്മൂലനത്തിൽ ഗാന്ധിയും നെഹ്റുവും ഒക്കെ ശക്തമായി പ്രതിഷേധിച്ചപ്പോഴും പാലസ്തീനിലെ ജൂത കോളനീകരണത്തെ അവർ എതിർത്തത് എന്തുകൊണ്ട്? അതിന് സമാന സാഹചര്യങ്ങളിലൂടെയല്ലേ ഇന്ത്യയും കടന്നുപോയത്? ഇത്രയും എതിർപ്പുകൾ ഉയർത്തിയവർ തന്നെയല്ലേ ഇന്ത്യയെയും പാകിസ്ഥാനെയും വിഭജിച്ചത്, അതിന് കൂട്ടുനിന്നത്? 1947 ശേഷം ഒരിക്കലും ഒരു അയൽ രാജ്യങ്ങളിലേക്കും പ്രതിരോധത്തിനല്ലാതെ ആക്രമണം നടത്തിയിട്ടില്ലാത്ത രാജ്യങ്ങളാണ് ഇന്ത്യയും ഇസ്രായേലും. 52 ഇസ്ലാമിക രാജ്യങ്ങളും നിരന്തരം പണവും തീവ്രവാദവും കൂട്ടിക്കൊഴിച്ച് എതിർക്കുന്ന തീവ്രവാദ സംഘടനകളും ചുറ്റും നിന്ന് ആക്രമിച്ചിട്ടും ഇന്നും ഇസ്രായേൽ മുഖ്യമായി ശ്രദ്ധിക്കുന്നത് പ്രതിരോധത്തിൽ മാത്രം. ഇന്ത്യയുടെ ആപത്ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ സുഹൃത്തായി ഒപ്പമുണ്ടായിരുന്നു ഇസ്രായേൽ. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ കുറിച്ചുള്ള ചില നല്ല വാക്കുകൾ നമ്മൾ ഓർമ്മിക്കുന്നതും. ഇതിൽ മതമില്ല, രാഷ്ട്രീയമില്ല, വർഗീയതയില്ല, മറ്റു ചിന്തകളില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.